ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇന്നുണ്ടല്ലോ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിന് ഞങ്ങൾക്ക് ചപ്പാത്തിയും ഉരുളക്കിഴങ്ങ് കറി കേട്ടോ. ഇന്നത്തെ ചപ്പാത്തിക്ക് വേറൊരു പേരും കൂടി ഉണ്ട്, പേഴ്സ് ചപ്പാത്തി അല്ലെങ്കിൽ സീറ്റ് ചപ്പാത്തി. ആക്ച്വലി അതിൻ്റെ യഥാർത്ഥ പേര് അതാണോ എന്നൊന്നും അറിയത്തില്ല. ഞങ്ങൾ കൊച്ചിലെ മുതൽ പറയുന്ന പേരങ്ങനെയാണ്. ഇത് സത്യത്തിൽ ഇന്ന് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ ബ്രദർ അതിലേ വന്നിട്ട് പറഞ്ഞതാടി ഇനി ഇന്ന് പേഴ്സ് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന്. എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞപ്പോൾ പുള്ളി തന്നെ അത് ഉണ്ടാക്കാൻ നോക്കി കേട്ടോ. അത് സത്യത്തിൽ വലിയ പാടുള്ള കാര്യമൊന്നുമല്ല, പിന്നെ കാണുമ്പോൾ ഒരു വെറൈറ്റിയും തോന്നും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ട്രൈ ചെയ്യാവുന്ന കേട്ടോ. ആദ്യം തന്നെ നമ്മൾ സാധാ മാവ് എടുത്തിട്ട് ഇങ്ങനെ റോൾ ചെയ്ത മാവ് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുക്കുക. എന്നിട്ട് എണ്ണ തൂത്തിട്ട് നടുവിൽ കൂടെ ഇതുപോലെ മടക്കുക. പിന്നെ അതിൻ്റെ മേളിൽ കൂടെ എണ്ണ തൂത്ത് കൊടുത്തിട്ട് പിന്നെ ഒന്നുകൂടെ മടക്കുമ്പോഴത്തേക്ക് ഒരു ത്രികോണ ഷേപ്പ് കിട്ടും. ആ ത്രികോണ ഷേപ്പിനെ നമ്മൾ പരത്തി വലുതാക്കുക. അത്ര മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ല ലെയറായിട്ട് ഈ പൊറോട്ടയുടെയൊക്കെ ലെയർ കിടക്കുന്ന പോലെ നമുക്കിതിൻ്റെ അകത്ത് ലെയറായിട്ട് ഒരു അറകളെ പോലെ ആ മടക്കി വെച്ചിരിക്കുന്ന ഭാഗങ്ങളെ കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഞങ്ങൾ പേഴ്സ് ചപ്പാത്തി എന്ന് വിളിക്കുന്നത് കേട്ടോ. ഞങ്ങൾ പരത്തുന്നതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ കുഞ്ഞുവാവ അതിലെ വന്ന് ഞങ്ങളുടെ മാവൊക്കെ കട്ടുകൊണ്ട് പോകുന്നുണ്ട്. അവനെ ഒരു വിധത്തിൽ ഓടിക്കാൻ നോക്കിയിട്ടൊന്നും പറ്റിയില്ല. ഏറ്റവും അവസാനം കുറച്ച് മാവ് ഞാൻ അവൻ്റെ കൈ കളിക്കാനായിട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഫുഡല്ലേ, കളിക്കാനൊക്കെ ഇങ്ങനെ കൊടുക്കാവോ എന്നൊക്കെ ചോദിച്ചാൽ, പണ്ട് നമ്മളും ഇതുകൊണ്ടൊക്കെ കുറേ കളിച്ചിട്ടുണ്ട്, നമ്മളും ഇതുപോലെ കുറേ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അന്നൊക്കെ നമ്മുടെ അമ്മമാർ വഴക്ക് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും ഒരു എക്സ്പീരിയൻസ്, നമ്മൾ അനുഭവിച്ച എക്സ്പീരിയൻസൊക്കെ അവരും അനുഭവിക്കണ്ടേ. പിന്നെ ആശ നിരന്തരം വന്നുകൊണ്ടിരുന്നത് എൻ്റെ തെറ്റാണ്. ഞാൻ ചപ്പാത്തി മാവ് മാത്രമല്ലേ കൊടുത്തു വിട്ടുള്ളൂ, പരത്താനുള്ള കുരൽ കൊടുത്തു വിട്ടില്ലല്ലോ. അപ്പോൾ കുഴലെടുക്കാനായിട്ട് പുള്ളി വന്നിട്ടുണ്ട്. അതാണ് മാമൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചുകൊണ്ട് പോയത്. ഞാൻ ആ ഗ്യാപ്പിൽ ഈ പാനൊക്കെ എടുത്ത് 2 കറക്കൊക്കെ കറക്കി സ്റ്റൗവൊക്കെ കത്തിച്ചിട്ട് എണ്ണയൊക്കെ തൂത്ത് പരത്തി വെച്ചിരിക്കുന്ന നമ്മുടെ ഈ ചപ്പാത്തി ഉണ്ടല്ലോ അത് അതിലോട്ടിട്ട് സാധാ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ തിരിച്ചും മറിച്ചും ഇട്ട് വേവിച്ചെടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അതത്ര വലിയ പാടുള്ളൊന്നുമല്ല, പിന്നെ ഒരു വെറൈറ്റിയാണ്. ഇത് കണ്ടു, ഇതുപോലെ നമുക്ക് ലെയർ ഇത് സത്യത്തിൽ ചൂടായതുകൊണ്ട് ഭയങ്കര പാടായിരുന്നേ. കണ്ടോ, ഇതുപോലെ അകത്ത് ലെയർ പോലെ നമ്മുടെ പപ്സിൻ്റെ ആണോ എന്തോ ലെയർ പോലെ ഇരിക്കും. അതുകൊണ്ടാണ് നമ്മൾ പേഴ്സ് പോലെ, ഞങ്ങളൊക്കെ പണ്ട് അതിങ്ങനെ തുറന്നിട്ട് അതിൻ്റെ അകത്തോട്ട് കറിയൊക്കെ മേടിക്കായിരുന്നു കുഞ്ഞായിരിക്കുമ്പോൾ കേട്ടോ. കുഞ്ഞായിരിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാണിക്കുന്നത്. അപ്പോൾ അച്ഛൻ്റെ കറിയും, അച്ഛൻ തന്നെയാണ് കറിയും ഉണ്ടാക്കിയത്. കറിയും ചപ്പാത്തിയും കൂടെ അടിപൊളിയായിരുന്നു.